സ്വർണ്ണപ്പാളി വിവാദത്തിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി ദേവസ്വം വിജിലൻസ് രേഖപ്പെടുത്തുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്താണ് ചോദ്യം ചെയ്യൽ. 2019 തനിക്ക് കിട്ടിയത് ചെമ്പുപാളികൾ ആണ് എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദം. ഈ തന്നിരിക്കുന്ന ലെറ്ററിനകത്ത് ചെമ്പെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് എനിക്കിപ്പോൾ ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയതല്ല, ദേവസ്വം ഉദ്യോഗസ്ഥർ തന്നതാണ്. അപ്പോൾ അത് തന്നെ എനിക്ക് ബൈ ഹാൻഡ് തന്നിരിക്കുന്ന ലെറ്ററിനകത്ത് അതായിരുന്നു. പിന്നെ ബൈലോയ്ക്കകത്തുള്ള ബാക്കി നിയമവശങ്ങൾ എനിക്കും അറിയില്ലായിരുന്നു. അതിൻ്റെ വീഴ്ച, അതായത് ഞാൻ തന്നെ കൊണ്ടുപോയി എന്നുള്ളതൊക്കെ. പിന്നെ മെയിൻ്റനൻസ് വർക്കും കൂടെ എഴുതിയിരിക്കുന്നതുകൊണ്ട് ആ മെയിൻ്റനൻസിൻ്റെ വർക്കിൻ്റെ കാലതാമസം വന്നു. ഞാൻ ബാംഗ്ലൂർ താമസിക്കുന്നു. കമ്പനിയിൽ എത്തിയിട്ട് നമ്മൾ ബാംഗ്ലൂർ എത്തിയിട്ട് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് കമ്പനിയിലേക്ക് എത്തിക്കാനുള്ളൊരു കാലതാമസം വന്നിട്ടുണ്ട്. അത് ഈ പറയുന്ന മാതിരി 39 ദിവസമൊന്നുമില്ല, അതൊരു വീക്കെൻഡിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. 2019 അറ്റകുറ്റപ്പണിക്കായി കൈമാറിയത് ചെമ്പുപാളികളെന്നാണ് ദേവസ്വം രേഖകളിലും പറയുന്നത്. അങ്ങനെയെങ്കിൽ 99 UB ഗ്രൂപ്പ് ചെയർമാൻ വിജയമല്യ സ്വർണം പൂശ ദ്വാരപാലക ശില്പത്തിന്റെ അസൽ പാളികൾ എവിടെ എന്നതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഇപ്പോഴും ഇത്ര ദിവസമായിട്ടും, ഇതിപ്പോൾ സെപ്റ്റംബർ 15 ഇടക്കാല ഉത്തരവ്, ഹൈക്കോടതിയുടെ ആദ്യ ഇടക്കാല ഉത്തരവ് വന്നതാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ രാഷ്ട്രീയ ചർച്ചയൊക്കെ വന്ന് ഈ ദിവസങ്ങൾ മാത്രമാണ്. ഇത് ആദ്യ ഘട്ടത്തിൽ തന്നെ അധികം രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിക്കാതെ ഹൈക്കോടതി ഇതിൽ കീനായി ജാഗ്രതയോടെ ചില ഉത്തരവുകൾ ഇറക്കിയതാണ്. അന്ന് മുതൽ ഉയർന്ന ചോദ്യമാണ്, അപ്പോഴും ഉത്തരമില്ല. 2019 കാര്യം തന്നോട് ചോദിക്കേണ്ടെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ പ്രതികരണം. അത് 2019 കാര്യമാണ്, ആവശ്യമില്ലാത്ത കാര്യം പറയില്ല. 19 ഞാനാണോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്? അതെ, 2019 വിഷയമൊക്കെ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയങ്ങളല്ലേ, കോടതി തീരുമാനിക്കട്ടെ. ഞാനിപ്പോ എന്റെ കാലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. 2019 കാര്യമൊക്കെ ഞാൻ പറയാൻ ആളല്ല, അതെല്ലാം അന്വേഷണത്തിന്റെ പരിധിയിരിക്കുന്ന കാര്യങ്ങളല്ലേ. സംഭവത്തിൽ CBI അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ ആവശ്യം. ശബരിമല ആചാര അനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ വിശദീകരിക്കാൻ നാളെ NSS യോഗം വിളിക്കുകയും ചെയ്തു. ഷഫീദ് റാവുത്തർ, S ശ്യാംകുമാർ എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങൾ ചേരുന്നു. ആദ്യം ഷഫീദിലേക്കാണ്. ഷഫീദ്, നമ്മൾ നേരത്തെയും ചർച്ചകളൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സൂപ്പർ കോൺഫിഡന്റ് ആണ്. അതിന് കാരണം കോടതി ചോദിച്ചാൽ പറയാൻ അയാളുടെ പക്കൽ ഒരു വജ്രായുധമുണ്ട്. ആ വജ്രായുധം 2019 ദേവസ്വം ബോർഡ് ഉത്തരവാണ്. ആ ഉത്തരവിൽ ഈ പറഞ്ഞ 5 കിലോയോളം സ്വർണ്ണപ്പാളി എന്നുള്ളത് ചെമ്പ് എന്ന് വളരെ കൃത്യമായി, വളരെ എവിഡന്റായി അടിച്ചു കൊടുത്തിരിക്കുന്ന ഉത്തരവാണ്. ആ ഉത്തരവുണ്ടെങ്കിൽ പോറ്റിക്ക് കോൺഫിഡന്റായി സംസാരിക്കാം ഈ കാര്യത്തിൽ. ഷഫീദ്, പക്ഷേ ഉറപ്പായിട്ടും 2019 ശേഷം, അതായത് ഇത് റിസീവ് ചെയ്യുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ബോർഡ്, അതിലെ ദേവസ്വം വീഴ്ച തന്നെയാണ്. ദേവസ്വം ബോർഡ് നൽകിയിരിക്കുന്ന ഉത്തരവിൽ പറയുന്നത് ചെമ്പുപാളി തന്നെ എന്നുള്ളതാണ്. പക്ഷേ 1999 UB ഗ്രൂപ്പ് ചെയർമാനായിട്ടുള്ള വിജയമല്യ ശ്രീകോവിലിന് സ്വർണം പൊതിഞ്ഞുവെന്നും ഇതടക്കം ദ്വാരപാലക ശില്പം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ടെന്നും അത് ദേവസ്വം രജിസ്റ്ററിലും മഹസ്റ്ററിലും വ്യക്തവുമാണ്. ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായും ഉയരുന്നൊരു ചോദ്യമാണ്, 1999 2019 ഇടയിൽ ശബരിമലയിൽ ഉണ്ടായിരുന്ന ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത്. അത് സ്വാഭാവികമായും കോടതിക്ക് മുൻപിൽ ദേവസ്വം ബോർഡിനടക്കം വിശദീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും ഈ ഘട്ടത്തിൽ ഈ മണിക്കൂറിൽ ഏറ്റവും പുതുതായി വരുന്ന ഒരു വിവരം, ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് എത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം വിജിലൻസിന്റെ മുൻപിൽ അവരുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ മൊഴി കൊടുക്കാനിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ 2019 ഈ ചെമ്പുപാളി എങ്ങനെ റിസീവ് ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ തുടങ്ങി 2014 ശേഷം ശബരിമലയുമായി ബന്ധപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ ഇടപാടുകളുടെ പൂർണ്ണ വിവരങ്ങൾ ചോദ്യമായി ഒരു പക്ഷേ ദേവസ്വം വിജിലൻസ് ചോദിക്കും. ഇത് ആദ്യമായിട്ടല്ല പറ്റിയ ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്യുന്നത്. മുൻപ് 2 തവണ, അതിലൊന്ന് സ്വർണ്ണപ്പീഠവുമായി ബന്ധപ്പെട്ടാണ്, രണ്ടാമത്തേത് എങ്ങനെ, എന്ത്, എവിടെ വെച്ചെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇതുവരെയും ദേവസ്വം വിജിലൻസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും ഇത് 3ാം തവണയുള്ള ചോദ്യം ചെയ്യലാണ്. ഈ ചോദ്യം ചെയ്യലിൽ സ്വർണ്ണപ്പാളി തന്നെയായിരിക്കും പ്രധാന വിഷയമായി പോവുക. 2019 റിസീവ് ചെയ്തതിനു ശേഷം ആ സ്വർണ്ണപ്പാളി തിരികെ എത്തിക്കുന്നത് 40 ദിവസത്തിന് ശേഷമാണ്. അപ്പോൾ ബാംഗ്ലൂരിൽ മാത്രമല്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു സംസ്ഥാനത്തിൽ മാത്രമല്ല, കർണാടകയിലും ചെന്നൈയിലും ഇപ്പോൾ പുറത്തുനിന്ന പുതിയ വിവരമനുസരിച്ച് മറ്റൊരു സംസ്ഥാനത്തുമടക്കം ഇത് പ്രദർശനത്തിൽ എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രദർശനത്തിൽ എത്തിക്കുമ്പോൾ സംഭാവന വാങ്ങിയിട്ടുണ്ടോ? അങ്ങനെ സംഭാവന വാങ്ങിയിട്ടുണ്ടെങ്കിൽ സ്പോൺസർഷിപ്പ് എന്ന രീതിയിൽ മറ്റാരെങ്കിലും വന്നിട്ടുണ്ടോ? ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിളിച്ച് പണമുണ്ടാക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ടോ? തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ ദേവസ്വം വിജിലൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മുൻപിലേക്ക് വയ്ക്കും. അതേസമയം അതല്ല, അശ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ കോടതിയിലേക്ക് എത്തുമ്പോൾ ഇന്ന് രാവിലെ ഉണ്ണികൃഷ്ണൻ പോറ്റി വളരെ കോൺഫിഡൻസോടുകൂടി പറഞ്ഞത് തന്റെ കയ്യിൽ കിട്ടുമ്പോൾ ചെമ്പുപാളി തന്നെയായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഉയരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഇതിൽ 4 കിലോ കുറഞ്ഞു എന്നുള്ള സത്യമാണ്. 4 കിലോ കുറഞ്ഞത് അതിലെ സ്വർണ്ണപ്പാളി ഇളക്കിയെടുത്തതാണ് ആകാമെന്ന് ഹൈക്കോടതി സംശയിക്കുന്നുണ്ട്. പക്ഷേ അതിനുശേഷം പുറത്തു വരുന്ന ഓരോരോ വിവരങ്ങളിൽ മറ്റൊരു സംശയം കൂടി ഉയർന്നു വരുന്നുണ്ടായിരുന്നല്ലോ. ഇത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അറ്റകുറ്റപ്പണിക്കായി സ്വർണം പൂശാൻ കൊണ്ടുപോയ അതേ ദ്വാരപാലക പാളികൾ തന്നെയാണോ മടങ്ങി വന്നത്, ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊരു സംശയം വളരെ കാര്യമായി ഈ ദിവസങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു. ദേവസ്വം വിജിലൻസിനും അതിൽ ചില സംശയങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ ഏത് രീതിയിലാകും കൃത്യത വരുത്തുക? ഒന്ന്. രണ്ടാമത്തെ കാര്യം,
ഈ പറയുന്ന പോലെ പുറത്തു വരുന്ന വാർത്തകൾ സത്യമാണെങ്കിൽ ഇയാൾ ഈ ദ്വാരപാലക പാളികൾ എഴുന്നള്ളത്ത് പോലെ കൊണ്ടു നടക്കുന്നു, ഓരോരോ ക്ഷേത്രങ്ങളിൽ കൊണ്ടുവെക്കുന്നു, ഓരോരോ വ്യക്തികളുടെ ഇപ്പോൾ ജയറാമിന്റെ വീട്ടിൽ കൊണ്ടുവച്ച കാര്യം പുറത്തു വരുന്നുണ്ടല്ലോ. അപ്പോൾ ജയറാമിന്റെ വീട്ടിൽ കൊണ്ടുവെക്കുമ്പോഴേക്കും ഇയാൾ പൂജ നടത്തണമെന്ന് സ്വപ്നം കണ്ടു എന്നൊക്കെയാണ്. അതൊക്കെ ഉടായ്പാണെന്ന് ആർക്കാണ് അറിയാത്തത് ഷഫീദ്? അപ്പോൾ അത്തരത്തിൽ ഇയാൾ കൊണ്ടുവച്ച ഈ പറയുന്ന ധനാഢ്യരുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഏത് രീതിയിലാകും വിജിലൻസ് അന്വേഷിക്കാൻ കഴിയുക ഷഫീദ്? അതിൽ സ്വാഭാവികമായും ദേവസ്വം വിജിലൻസിനെ സംബന്ധിച്ച് ചില പരിമിതികളുണ്ട്. മാത്രമല്ല, നിലവിൽ ഇപ്പോൾ ദേവസ്വം വിജിലൻസ് അന്വേഷണം നടത്തുന്നത് കോടതിയിലേക്ക് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയാണ്. 27-ാം തീയതി സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. സ്വാഭാവികമായും ആ ഒരു സാഹചര്യത്തിൽ ആ രീതിയിൽ അവിടെ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിന് പ്രസക്തിയുണ്ട്. പക്ഷേ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ 2019 ഇവിടെ നിന്ന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളി തന്നെയാണോ 40 ദിവസത്തിന് ശേഷം ബാംഗ്ലൂരിലെ ക്ഷേത്രത്തിൽ പ്രദർശനത്തിന് വെച്ചു. മാത്രമല്ല, തിരികെ കൊണ്ടുവരുന്ന വഴിക്ക് ജയറാം പങ്കെടുത്ത പൂജ അതിൽ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. മറ്റു ചില പൊതുസ്ഥലങ്ങളിലും സ്വകാര്യ സ്ഥലങ്ങളിലും ഒക്കെ ഇയാൾ ഈ സ്വർണ്ണപ്പാളികൾ പൂജിക്കും, അതേപോലെ തന്നെ അത് പ്രദർശനത്തിനും വെച്ചിട്ടുണ്ട് എന്നുള്ള വിവരം ദേവസ്വം വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ആ സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കും. മാത്രമല്ല, ചെമ്പുപാളിയെങ്കിൽ ചെമ്പുപാളി ഇവിടെ നിന്ന് കൊണ്ടുപോയ ചെമ്പുപാളിയാണോ തിരികെ ഇവിടേക്ക് എത്തിച്ചത് എന്നുള്ള കാര്യത്തിലും ഒരു പക്ഷേ ദേവസ്വം വിജിലൻസിന് കൃത്യത ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്യും. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.